ഫ്രാൻസ് ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ ആണ് ഡ്രാഗൺ മൂവി കാണുന്നത്. ശിവദം തിയേറ്റർ ഊരകം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതിന് ബിഗില് കണ്ടിട്ടുണ്ട് ഞാൻ, പിന്നെ വേറെ ഒരു മൂവി കണ്ടിട്ടുണ്ട്. ഇന്നലെ സ്ക്രീൻ 3 അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, നല്ല സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അശ്വന്ത് മാരിമുത്തു സംവിധാനം ചെയ്ത പടം. നമ്മുടെ നായകനായിട്ട് വരുന്നത് പ്രദീപ് രംഗനാഥൻ. പ്രദീപ് രംഗനാഥന്റെ പടങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആളെ 3 പടം കണ്ടുള്ള ആളാണ് ഞാൻ. ഭയങ്കര ഇഷ്ടം നടനാണ്. ലവ് ടുഡേ, കോമാളി, പിന്നെ ഇത്. ലവ് ടുഡേക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു പടമാണ്. വെച്ച് കഴിഞ്ഞാൽ ആളെ പടങ്ങൾ സിമ്പിളായിട്ട് വന്ന് പിന്നെ ഭയങ്കര ലോജിക്കലി കത്തിക്കയറുന്ന പടങ്ങളാണ്. മെല്ലെ വന്നിട്ട് തകർത്ത് കളിച്ചുകൊണ്ട് പോകുന്ന പടങ്ങളാണ് ഈ പടം. 3 പടങ്ങളും 3 ലെവൽ പടങ്ങളാണ്. ഈ പടം വരുന്ന സമയത്ത് ഒരു കോളേജ് ലൈഫിലാണ് പടം വരുന്നത്. കോളേജ് ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കഥയാണ്. വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല പഠിപ്പിച്ച ഒരാള് +2 ഗോൾഡ് മെഡൽ വിന്നറാണ്. ആ ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഇത് കിട്ടിയതിന് ശേഷം പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ അവൾക്ക് ഇഷ്ടം കെട്ടപ്പയ്യനെയാണ്. അത്യാവശ്യം അലമ്പ് കാണിച്ച് കിടക്കുന്ന ഒരു പയ്യനെ ഇഷ്ടം. ഇവൻ അയ്യോ പാവം പഠിപ്പൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ അന്ന് മുതലാണ് തീരുമാനം എടുക്കുന്ന മുതൽ ഞാൻ കെട്ടപ്പയ്യനാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ പോവാണ്. അവിടെ മുതൽ ഫുള്ള് ഡായ്പ് കാര്യങ്ങൾ. അങ്ങനെ ആള് പുറത്താവുമ്പോൾ ആളൊരു ഡയലോഗ് പറഞ്ഞ് പോരുന്നുണ്ട് പ്രിൻസിപ്പാളുടെ അടുത്ത്. അതാണ് കഥേര ജീവൻ. അവിടെ നിന്ന് ഉണ്ടാകുന്ന ഇൻസിഡൻസ് ആള്. പിന്നെ ജോലി കാര്യങ്ങള് നമുക്കറിയാലോ. ഡിഗ്രി ഇല്ലാത്ത ഒരാൾ 48 പേപ്പറായിട്ട് പോയിട്ടുണ്ട്. അവിടെ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അത് ജോലിയും കാര്യങ്ങളും, അതായത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മാരേജ്. പിന്നെ ഇയാൾ പിന്നെ ഒരു ഉഡായിപ്പെന്ന് ചങ്ങേറ്റ ഉഡായിപ്പാട്ടോ. എല്ലാവരും പെറ്റി ജീവിക്കുന്ന അച്ഛനും അമ്മേനായാലും കൂട്ടുകാരന്മാരായാലും അവർ ഓസി കേട്ടിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പടത്തിൽ. പക്ഷെ ഇതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് കണക്ട് ആവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പടത്തിന്റെ സ്റ്റാർട്ടിങ് നമ്മളെ ഇങ്ങനെ ചിരിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളെ കുറച്ച് കരയിപ്പിക്കും, ഇമോഷണലി കൊണ്ടുപോകുന്നുണ്ട്. കരയിപ്പിക്കുക മീൻസ് നമ്മൾ ചിന്തിപ്പിക്കും ചിരിപ്പിക്കും ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഇമോഷണലി അങ്ങനെ കണക്ട് ആവുന്ന ഒരുപാട് സീനുകൾ ഈ പടത്തിലുണ്ട്. പിന്നെ ഇയാള് പ്രദീപ് രംഗനാഥ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിൽ തകർത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ധനുഷ് പല ഭാഗങ്ങളിലേക്ക് ധനുഷിനെ ഓർമ്മ വന്നു ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അത്രയും രസമായിട്ടാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ധനുഷിന്റെ ചില റോളുകളൊക്കെ കറക്റ്റ് ഫീൽ കിട്ടിയതിൽ. ഇതിൽ അഭിനയിച്ചുള്ള ആളുകൾ, ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ പാട്ടൊക്കെ കിഡുവാട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. 2 മണിക്കൂർ 39 മിനിറ്റ് ആയിട്ട് പടം ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് കാണാം. ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പടത്തിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. ആ രീതിയിലുള്ള പടമാണ്. വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം ടിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു പടം. ഇതിൽ നമ്മുടെ ഗൗതം വാസുദേവനം വന്നിട്ടുണ്ട്. ആളൊരു കോപ്പറേറ്റീവ് കമ്പനിയുടെ ഒരു ആളായിട്ടാണ് വരുന്നത്. അത് സിമ്പിളാണ്. കേക്ക് വർക്കാണ്. ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനുപമ പരമേശ്വർ എന്ത് രസമായിട്ട് ചെയ്തിട്ടുള്ള ആള്. പ്രേമം ഇറങ്ങിയിട്ട് ഏകദേശം 10 കൊല്ലം കഴിഞ്ഞ് ആ കുട്ടി ഇപ്പോഴും അത് അന്നത്തേക്കാളും ചെറുപ്പമായിട്ട് തോന്നിയത്. അടിപൊളി സീനാണ്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ്. കലിപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവന്റെ ഒപ്പം നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സീൻ ഒരു കാമുകയാണ്. കാരണം ഇവളാണ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുന്ന. ഇവർ നമ്മളെ ബ്രേക്കപ്പ് ആണ്. കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ കിഡുവാണ്. കാരണം ഇവളുടെ ഭാഗത്താണ് ന്യായം. പക്ഷെ ഇവന്റെ പറഞ്ഞില്ലേ, ഇവൻ പണ്ട് മാറി, ഇവൻ കെട്ട പയ്യനായി. അപ്പൊ അത് മാറാൻ വേണ്ടി ശ്രമിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നടക്കാണ്ട് ഇവൻ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ഇവന് സിഗരറ്റും ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അത് പോകുന്നൊരു കഥയാണ്. കിഡുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് കണ്ട ഇന്റർവെൽ ശേഷം ഇവള് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അത് പറയുന്നില്ല. ആളൊരു ടീച്ചറായിട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കിഡുവാണ്. അശ്വന്ത് മാരിമുത്തു ഈ പടം സംവിധാനം ചെയ്ത ആൾ ഇതിൽ അഭിനയിച്ചു. ഇതൊരു ഡയറക്ടർ മൂവിയാണ്. ഇതിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതിൽ അഭിനയിച്ചുള്ള ആളുകളൊക്കെ ഡയറക്ടേഴ്സ് ആണ്. അതിന്റെ ടീം വർക്ക് ഈ പടത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ മലയാള സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഒരുപാട് ഡയറക്ടേഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈസ്കിൻ, ഹർഷന്ത് ഖാൻ, അതുപോലെ തന്നെ ഇന്ദുമതി മണികണ്ഠൻ, KS രവികുമാർ ഡയറക്ടറാണ്. കൈഡു ലോഹർ അടിപൊളിയായിട്ട്. അടുത്ത ഇവർ ബ്രേക്കപ്പിന് ശേഷം ലൈഫിൽ കടന്നു വരുന്ന ഡ്രാഗന്റെ ലൈഫിൽ കടന്നു വരുന്ന ഒരു പെണ്ണാണ് കൈഡു. ആളറിയാം. ഹോട്ടാണ്. അതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ജോർജ് മറിയാണ് അച്ഛൻ്റെ റോൾ ചെയ്തുള്ളൂ. എനിക്ക് ആളെപ്പോഴും ഓർമ്മ വരിക മറ്റേ ലിയോല റോളാണ്. അടിപൊളിയാണ് ആള്. അതുപോലെ മറ്റേ പടത്തിലെ കൈദിയിലെ റോളും. പക്ഷെ ആ റോള് ഇതിലെ ആള് സിമ്പിൾ. അയ്യോ പാവ അച്ഛൻ, നല്ല അച്ഛനായിട്ടുള്ള ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ. കംബാക്ക്, ഇവനൊരു തിരിച്ചുവരവൊക്കെ വരുന്നത്. അതുപോലെ വിജയ്, സിദ്ധു, അവിനാഷ്, ഇങ്ങനെ ഒരുപാട് പേര് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ BGM കിടുവാണ്. പാട്ടുകളൊക്കെ കിടുവാണ്. നല്ല രസം പിടിച്ച സ്കോറാണ് ഇങ്ങനെ പോകുന്ന പടത്തിൽ. ഒരു മെല്ലെ പോയിട്ട് ഇങ്ങനെ പോകുന്ന പടമാണ്. ബോറടിക്കാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. കോളേജ് ലൈഫ് വരുന്നുണ്ട്. അവൻ്റെ പിന്നെ കരിയർ, ജോബ് സ്വന്തമായിട്ട് അവനൊരു പാഷൻ ഉണ്ട്. ആ പാഷൻ വരാൻ കാരണം ബ്രേക്കപ്പ് ആണ്. അപ്പൊ അവനേക്കാളും കൂടുതൽ ശമ്പളം. അങ്ങനെ ശമ്പളത്തിന് വേണ്ടി പോകുന്ന കാര്യങ്ങൾ, അതിലേക്ക് വേണ്ടി പൈസ കൊടുക്കുന്നതൊക്കെ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിൽ പെടുന്നൊരു മെസ്സേജും കൂടി. എഡ്യൂക്കേഷൻ ലെവലില് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും എന്നുള്ള രീതിയിലുള്ള
ഒരു കേരളം ഒഴിച്ച് നിർത്തി മറ്റ് പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന കാര്യമാണ്. പൈസ വെച്ച് സീറ്റ്, എക്സാം എഴുത ആളുകൾ, ഓരോ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടക്കുന്ന ടൈപ്പുകളൊക്കെ നമുക്കറിയാം. ഇവിടെ അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു സംഭവം, ഇത്ര ലക്ഷം രൂപ കൊടുത്ത പരീക്ഷയ്ക്ക് എഴുതിയോളൂ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരെ ആൾക്കാരാണ്. അങ്ങനെ ഒരാളുടെ ഒരു പയ്യന്റെ ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ്, എക്സാം തോറ്റുവിടും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇവൻ അവസാനം ഒരു മാറ്റം വരികയാണ്. അങ്ങനെ അത് രസമായിട്ടുണ്ട്. അവൻ്റെ മാറ്റം, അവൻ വീണ്ടും പഠിച്ച് അത് എഴുതിയെടുക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് നല്ലൊരു ട്വിസ്റ്റാണ്. ഇതിൽ പ്രിൻസിപ്പാൾ റോൾ ചെയ്ത സാറിൻ്റെ പേര് കറക്റ്റ് നോക്കേണ്ടി വരും, അറിയില്ല. അടിപൊളിയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ലതുണ്ട്. അവൻ്റെ അമ്മയെ റോൾ ചെയ്ത ക്യാരക്ടേഴ്സ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവലിൽ നടക്കുന്ന ഉടായ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കുന്ന ഇപ്പോഴും തമിഴ്നാട്ടിൽ കുറച്ച് സ്റ്റേറ്റുകളിലൊക്കെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ലെവലൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ സീറ്റും കാര്യങ്ങളായാലൊക്കെ അതിനെക്കുറിച്ച് നന്നായി പറയുന്നുണ്ട്. കഴിവുള്ള ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ കഴിവില്ലാത്ത ആളുകൾ വന്ന്, പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി കണ്ടെന്താ വെച്ചാൽ, രാഘവൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വരുന്നത്. രാഘവൻ്റെ ക്വാളിറ്റി കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ജോലിക്ക് ഒരാൾ പെർഫോം ചെയ്ത് കയറുന്നുണ്ട്. അത് വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നി. വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലെവല് ആൾ തോറ്റാലും ആൾക്ക് സ്കില്ലാണ്, ആള് ഗോൾഡ് മെഡൽ വിന്നറാണ്. അപ്പം അതിൻ്റെ സാധനങ്ങളുണ്ട്. പിന്നെ പഠിച്ചാൽ ഡെവലപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കിടുവാണ്. മാനേജർ പോസ്റ്റ് വരെ എത്തുന്നുണ്ട്, 3 lakhs സാലറി വരെ വാങ്ങിക്കുന്നുണ്ട്, കിടുവാണ്. അപ്പം ആ ഒരു എഡ്യൂക്കേഷനുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് പയ്യന്മാർ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റൂട്ടോ. രാഘവനെ പോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പെണ്ണ് കാമുകീനെയും പറ്റിച്ച് അവളെ കാശ് കൊണ്ട് തിന്നും കുടിച്ചും സീട്ട് മത്സരിക്കുന്ന ഒരുപാട് പേര്. അപ്പം അതൊക്കെ കണക്ട് ആയി. പിന്നെ ഇതിൽ കുറേ ബ്രേക്കപ്പ് സീനുകളൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ കിട്ടി. കോളേജിൽ നടക്കുന്ന 1-2 സീനുകളൊക്കെ നമ്മളും ആ ലെവലിലേക്ക് ട്രാവൽ ചെയ്ത് വന്നുള്ള ആളുകളാണ്. അതൊക്കെ രസം പിടിച്ച് തോന്നി. വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ഒരു മൂവി എന്ന് പറയാം. സിമ്പിൾ പടമാണ്, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ്.